ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ CBI സൗത്ത് ഗ്രൂപ്പിലെ മദ്യവ്യാപാരി കെജ്രിവാളിനെ കണ്ടു വ്യാപാരം ചെയ്യാൻ സഹായം തേടി. ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്ന് CBI. കവിതയ്ക്കെതിരെയും നിർണായക തെളിവുകളുണ്ടെന്ന് CBI വ്യക്തമാക്കുന്നു. മദ്യനയ അഴിമതിയിൽ കഴിഞ്ഞ ദിവസം CBI കവിതയെ അറസ്റ്റ് ചെയ്തിരുന്നു. CBI കോടതിയിൽ നൽകിയ കവിതയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് കെജ്രിവാളിനെതിരെ ഗുരുതര പരാമർശമുള്ളത്. വിവരങ്ങളുമായി ആദർശ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ആദർശ്, വളരെ ശക്തമായ പരാമർശം തന്നെയാണ് ഇപ്പോൾ CBI ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും സ്വപ്ന, ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ED ആണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ CBIയും കെജ്രിവാളിനെതിരെ രംഗത്ത് വരുന്നു എന്ന് തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ ED അറസ്റ്റ് ചെയ്ത BRS നേതാവ് K കവിതയെ കഴിഞ്ഞ ദിവസം CBIയും ഇതേ കേസിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആ കവിതയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് കെജ്രിവാളിനെതിരെയും ഗുരുതരമായ പരാമർശങ്ങളുള്ളത്. സൗത്ത് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ED തന്നെ കൃത്യമായിട്ടുള്ള ചില തെളിവുകൾ, അത് ഡൽഹി ഹൈക്കോടതി പോലും ED മുന്നോട്ട് വെച്ച ഈ തെളിവുകൾ അംഗീകരിച്ചുകൊണ്ടാണ് അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി തള്ളിയത്. എന്തായാലും ഇപ്പോൾ CBIയും ഇതിന് സമാനമായി തന്നെ, കാരണം സൗത്ത് ഗ്രൂപ്പിലെ മദ്യവ്യാപാരി കെജ്രിവാളുമായി ചേർന്ന് ഈ ചില ഇളവുകൾ, മദ്യനയത്തിൽ ചില ഇളവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗൂഢാലോചന നടത്തി എന്നതടക്കമാണ് CBI കൊടുത്തിരിക്കുന്ന ഈ കവിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിരോധത്തിലാക്കുന്ന നടപടി തന്നെയാണ്. EDക്ക് പിന്നാലെ CBIയും അരവിന്ദ് കെജ്രിവാളിനെതിരെ കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ നാളിതുവരെ ഈ കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അന്വേഷണ ഏജൻസികളാകട്ടെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഈ സൗത്ത് ഗ്രൂപ്പുമായി കെജ്രിവാൾ നടത്തിയ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് CBI റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഒക്കെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് CBIയുടെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. സ്വപ്ന.